സുഹൃത്തെ, പലപ്പോഴും മാറണമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് നമ്മുടെ ചില സ്വഭാവങ്ങളും ശീലങ്ങളും മാറ്റാൻ സാധ്യമാകാതെ വരാറില്ലേ? അത് എന്തുകൊണ്ടാണെന്ന് അറിയുമോ? നമ്മുടെ ജീവിതത്തിലെ എളുപ്പമുള്ള പല കാര്യങ്ങളും നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്തു തീർക്കും. പക്ഷെ പലപ്പോഴും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മളിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ വിധിയെ പഴിചാരി അതിൽ നിന്ന് തടിയുരുകയോ ചെയ്യുന്നു. ഏതുപോലെയെന്ന് വെച്ചാൽ ചില ഗെയിമുകൾ കളിക്കുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്സ് വളരെ സിമ്പിളായിരിക്കും അല്ലേ? ഉദാഹരണത്തിന് പണ്ടൊക്കെ നമ്മൾ മൊബൈൽ ഫോണിൽ പാമ്പ് ആപ്പിൾ കഴിക്കുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു. ഇത് ആദ്യത്തെ സ്റ്റെപ്സ് വളരെ എളുപ്പം നമുക്ക് കളിക്കാം. എന്നാൽ ഓരോ ആപ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ഫുഡ് കഴിക്കുന്ന സമയത്ത് സ്നേക്കിൻ്റെ വലിപ്പം കൂടിക്കൂടി വരും. പിന്നീടുള്ള ഗെയിം വളരെ സങ്കീർണമായതാവും. അപ്പോൾ ചിലർ അതിൽ നിന്ന് ക്വിറ്റ് ചെയ്യും. ചിലർ വരുന്നത് വരട്ടെ എന്ന് വെച്ച് ആ ഗെയിം കളിച്ചുകൊണ്ടിരിക്കും. ഓരോ ആപ്പിളുകൾ കഴിച്ച് ആ ഒരു പാമ്പ് വലുതാകും തോറും അതിൻ്റെ ദേഹത്ത് തന്നെ അത് കടിക്കാനുള്ള സാധ്യത കൂടി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ഒരു പാമ്പ് ചത്തുപോവുകയും നമ്മൾ ഗെയിമിൽ നിന്ന് തോൽക്കുകയും ചെയ്യും. ചിലരങ്ങനെ പാമ്പ് ചാവുന്നത് വരെ കളിച്ചുകൊണ്ടിരിക്കും. എന്നാൽ മറ്റു ചിലർക്ക് ആ സങ്കീർണമായ ഭാഗം എത്തുമ്പോഴായിരിക്കും കളിയുടെ സ്പിരിറ്റ് കൂടുക. അവർ സസൂക്ഷ്മം അത് കളിച്ച് വിജയികളാകാൻ ശ്രമിക്കും. ഇതുപോലെ ജീവിതത്തിൽ സങ്കീർണതകൾ നിറഞ്ഞ സമയം ചിലർക്ക് വെല്ലുവിളികൾ ഉയർത്തുമെങ്കിൽ മറ്റു ചിലർക്ക് അത് സാഹസികതയാണ്. എന്ത് വില കൊടുത്തും അവർ ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും എന്നർത്ഥം. നമുക്ക് എപ്പോഴും പ്രശ്നപരിഹാരത്തിനുള്ള ധൈര്യം ഉണ്ടാവണം. അത് ഉണ്ടാവണമെങ്കിൽ പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം തന്നെ നമ്മൾ നേരിടണം. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മൾ ഒളിച്ചോടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ വലിയ ഒരു പ്രതിസന്ധി ഘട്ടം മുന്നിൽ വരുന്ന സമയത്ത് നമ്മൾ ഭയക്കും. നമുക്കൊരു സൊല്യൂഷൻ ഉണ്ടാകാൻ പറ്റാതെ നമ്മൾ കൂടുതൽ ദുഃഖത്തിലേക്കും പ്രയാസത്തിലേക്കും പോവുകയും ചെയ്യും. എന്നാൽ ഓരോ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന സമയത്തും ഇത് എൻ്റെ പ്രശ്നമാണ്, ഇത് സോൾവ് ചെയ്യേണ്ടതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്നും എന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്നുള്ള ബോധ്യത്തോടെ പ്രശ്നപരിഹാരം തുടങ്ങി നോക്കൂ. സൊല്യൂഷൻ അടങ്ങിയ വാതിലുകൾ ഓരോന്നായി മുന്നിൽ തുറന്നു വരുന്നത് നിങ്ങൾക്ക് കാണാനാവും. ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളും ഈ പ്രപഞ്ചശക്തി മാറ്റിത്തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക്സ് ഫോർ